ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്ത് ഞാൻ ചെന്നു എന്ന പ്രശസ്ത ഗാനം രചിച്ച പാസ്റ്റർ ക്രിസ്തുദാസ് ചെമ്പൂർ രാജു മാവേലിക്കരുടെ ട്രൂപ്പിനോടൊപ്പമുള്ള അനുഭവത്തിലൂടെയാണ് ഈ ഗാനം രചിച്ചത്. 1982 തിരുവല്ലയ്ക്കടുത്ത് പെരുന്തുരുത്തിയിൽ നടന്ന കൺവെൻഷനിൽ രാജു മാവേലിക്കരെ നയിക്കുന്ന സ്പിരിച്വൽ വോയിസ് ട്രൂപ്പിനൊപ്പം പാടി ആനന്ദിച്ച ക്രിസ്തുദാസ് യോഗാനന്തരം താമസ സ്ഥലമായ ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കവേ തൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയ സ്വർഗീയ ആരാധനയുടെ അനുഭവത്തിൽ നിന്ന് രചിക്കപ്പെട്ടതാണ് ഈ ഗാനം. ഈ ഗാനം അക്കാലത്ത് ധാരാളം വേദികളിൽ ആലപിച്ചിരുന്നു. അതോടൊപ്പം മറ്റൊരു ഗാനവും പ്രശസ്തമായി. ഹായ് എത്ര ഭാഗ്യമൻ സ്വർഗവാസം എന്ന ഗാനം. ഈ ഗാനം രചിച്ചതും പാസ്റ്റർ ക്രിസ്തുദാസാണ്. ഉദരസംബന്ധമായ രോഗം പിടിപെട്ട ദിവസങ്ങളോളം ആഹാരം കഴിക്കാൻ കഴിയാതെ അവശനായിത്തീർന്ന ക്രിസ്തുദാസ് മരണം അടുത്തു എന്ന് തോന്നിയ നിമിഷം താൻ കിടന്ന മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ഭിത്തിയോട് ചാരിയിരുന്ന് രചിച്ച ഗാനമാണിത്. ഈ ഗാനവും ധാരാളം വേദികളിൽ പാടിയിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്നിരുന്ന ക്രിസ്തുദാസ് ചെമ്പൂർ ഓരോ ഗാനം എഴുതിയതിന് പിന്നിലും വലിയ ഓരോ അനുഭവങ്ങളുണ്ട്. കരളലിയിപ്പിക്കുന്ന അനുഭവമുള്ള ഒരു ഗാനമാണ് ഇത്. അനുദിനവും നടത്തുന്നു അത്ഭുതമായി, ഞെരുക്കങ്ങൾ നിരവധിയുണ്ടെങ്കിലും വിധവയെ കരുതിയ അരുമനാഥൻ എനിക്കായി ഒരുക്കിടും പുതുവഴികൾ. തൻ്റെ ഇടുക്കി രാജാക്കാട്ടുള്ള സഭയിൽ അംഗങ്ങൾ കുറവായതിനാൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പെടാപ്പാടുപെടുകയാണ് പാസ്റ്റർ ക്രിസ്തുദാസ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗർഭിണിയായ ഭാര്യയ്ക്ക് കൂർക്ക മെഴുക്കുപുരട്ടി ഇഷ്ടമായതിനാൽ അതുവഴി തലച്ചുമടായി വന്ന കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും 250 ഗ്രാം വാങ്ങാമെന്ന് കരുതി. 1987 കാലഘട്ടത്തിൽ 250 ഗ്രാം കൂർക്കയ്ക്ക് 50 പൈസ മതിയായിരുന്നു. വീട് മുഴുവൻ പരതിയിട്ട് കിട്ടിയത് 40 പൈസ മാത്രം. ഒടുവിൽ 10 പൈസ കുറവുള്ളതിനാൽ കൂർക്ക തരാതെ കച്ചവടക്കാരൻ നടന്നുപോയി. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളിലൂടെയാണ് മുൻപറഞ്ഞ ഗാനം പിറവിയെടുത്തത്.